നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിഫ്റ്റിക്ക് പോസിറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇതോടെ തുടർച്ചയായ 6 സെഷനുകളിലും നേട്ടം തുടരാൻ നിഫ്റ്റിക്ക് സാധിച്ചു. നിഫ്റ്റി ബാങ്ക് സൂചികയും വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നിരുന്നു. ബ്രോഡർ മാർക്കറ്റിലും നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊടക് ബാങ്ക് എന്നിവയിലൊക്കെ തന്നെ ബൈയിങ് ഇൻട്രസ്റ്റ് തുടർന്നിരുന്നു. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ഒരു അയവ് വരുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ US വിപണിയിൽ കഴിഞ്ഞ സെഷനിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ഡൗ ജോൺസ് 1016 പോയിന്റിന്റെ നേട്ടത്തിൽ 39,186.98 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 2.51% നേട്ടത്തിൽ 5287.76 എന്ന റേഞ്ചിലും, നാസ്ഡാക്ക് 2.71% നേട്ടത്തിൽ 16,300.42 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയിട്ടുണ്ട്. US ഫ്യൂച്ചേഴ്സും ഒരു നേട്ടം നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. നിക്കി 225 2% നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 200 പോയിന്റിന്റെ നേട്ടത്തിൽ 24,376.5 എന്ന റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ആഭ്യന്തര വിപണിയും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകുമെന്ന് 7ാമത്തെ സെഷനിലും ഒരു നേട്ടം തുടരുമോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് മനസ്സിലാകുന്നത്. ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം. നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് തുടരുന്നത്. എങ്കിലും 200 മൂവിംഗ് ആവറേജിന് മുകളിൽ തുടരാൻ സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. 24,000 ലെവൽ കൈവിടാത്തിടത്തോളം ട്രെൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുമെന്നാണ് ഇപ്പോൾ LKP സെക്യൂരിറ്റീസിലെ രൂപക് അഭിപ്രായപ്പെടുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. 24,500 വരെയും സൂചിക പോയേക്കാമെന്നാണ് കരുതുന്നത്. ഡൗൺ സൈഡിൽ 24,000 ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരിയൊരു പുൾ ബാക്ക് സൂചികയിൽ ഉണ്ടായേക്കാമെന്ന് തന്നെയാണ് രൂപക് വ്യക്തമാക്കുന്നത്. സൂചിക 24,270 എന്ന ലെവൽ മറികടന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സൂചികയിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് ശക്തമായി തുടരുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ എന്നാണ് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇടയ്ക്കൊരു ഡിപ്പ് തള്ളിക്കളയാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിഫ്റ്റി ബാങ്ക് സൂചിക കഴിഞ്ഞ സെഷനിൽ 55,961.2 എന്നൊരു സർവകാല ഉയരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് 0.62% നേട്ടത്തിൽ 55,647.2 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സൂചികയുടെ ഡെയിലി RSI 75 എന്ന ലെവലിനടുത്താണ് നിൽക്കുന്നത്. സൂചികയുടെ 9-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും നിലവിലെ ലെവലും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉള്ളതിനാൽ ഒരു പുൾ ബാക്ക് തള്ളിക്കളയാനാകില്ല എന്നും ഓം മെഹ്റ സൂചിപ്പിച്ചു. 56,300 മറികടന്ന് പോവുകയാണെങ്കിൽ സൂചികയുടെ മൊമെന്റം ശക്തമായി തന്നെ തുടരും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ വിക്സ് കഴിഞ്ഞൊരു സെഷനിൽ 1.8% ഇടിഞ്ഞ് 15.23 എന്ന ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത്. FIIs 1,290 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. DISനെ സംബന്ധിച്ച് 886 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി പരിശോധിക്കാം. അതിൽ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, LTI മൈൻട്രി, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, 360 ONE-WAM, ക്യാൻഫിൻ ഹോംസ്, ഡാൽമിയ ഭാരത്, ഡെൻ നെറ്റ്വർക്സ്, ഗ്രാവിറ്റി ഇന്ത്യ, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, റാലിസ് ഇന്ത്യ, സുപ്രീം പെട്രോകെം, സിഞ്ചിൻ ഇന്റർനാഷണൽ, തൈറോകെയർ ടെക്നോളജീസ്, തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക്, ടാറ്റ ടെലിസർവീസ്, ആസ്റ്റെക് ലൈഫ് സയൻസ്, ബെൻഡിറ്റ് പോലുള്ള ഓഹരികളാണ്. നാളെയും ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആക്സിസ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടെക് മഹീന്ദ്ര, മാക്രോടെക് ഡെവലപ്പേഴ്സ്, അദാനി എനർജി സൊല്യൂഷൻസ്, SBI കാർഡ്സ്, പെർസിസ്റ്റന്റ് സിസ്റ്റം, LT ടെക്നോളജി സർവീസസ്, എംഫസിസ്, ACC, ലോറസ് ലാബ്സ്, CN, IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ആവാസ് ഫിനാൻസിയേഴ്സ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി പോലുള്ള ധാരാളം കമ്പനികൾ നാളെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികളൊന്ന് HCL ടെക്നോളജീസ് ആണ്. പ്രോഫിറ്റ് 6% ഇടിഞ്ഞു. വരുമാനം 1.2% നേരിയ മുന്നേറ്റം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കമ്പനി ഇപ്പോൾ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഹരി ഒന്നിന് 18 രൂപ നിരക്കിലാണ് ഡിവിഡൻഡ് നൽകുക. M&M ഫിനാൻഷ്യൽ സർവീസസിന്റെ പ്രോഫിറ്റ് 9% ഇടിഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% ഉയർന്നിട്ടുണ്ട്. CNDLMന്റെ
പ്രോഫിറ്റ് 36% ഉയർന്നു. വരുമാനത്തിലും 18% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി. പ്രോഫിറ്റിൽ 223% ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സബ്സിഡിയറിയുടെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. 311 കോടി രൂപയ്ക്കായിരുന്നു വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. റവന്യൂവിലും 6% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 25 രൂപ നിരക്കിൽ ഇപ്പോൾ അവരൊരു ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായ നമ്പേഴ്സാണ് കമ്പനി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. വാരി എനർജീസ് പ്രോഫിറ്റിൽ 34% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. വരുമാനത്തിൽ 36% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി. 4% ഇടിവാണ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രോസ് NPA കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് NPAയും കുറഞ്ഞതായി കാണാം. ഡെൽറ്റ കോർപ്പറേഷന്റെ റിസൾട്ടുകൾ വന്നിരുന്നു. പ്രോഫിറ്റിൽ 127% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വരുമാനം 1.2% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാവൽസ് ഇന്ത്യയെ സംബന്ധിച്ച് 15% മുന്നേറ്റമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. വരുമാനവും 20% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ. ഇനി റിസൾട്ട് അല്ലാത്ത മറ്റ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ അശോക ബിൽക്കോൺ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 568.86 കോടി രൂപയുടെ കരാർ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. RBL ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി RBL ബാങ്കിന്റെ സ്റ്റേക്ക് മുഴുവനായിട്ടും വിറ്റഴിച്ചിട്ടുണ്ട്. 3.82% ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. ഓഹരി ഒന്നിന് 184.74 രൂപ നിരക്കിൽ 428 കോടി രൂപയുടെ ഒരു വിറ്റഴിക്കലാണ് ഇപ്പോൾ ബാങ്കിന്റെ ഓഹരികളിൽ ഈ ഒരു കമ്പനി നടത്തിയിരിക്കുന്നത്. അംബുജ സിമന്റ്സ് ആണ് ശ്രദ്ധയിൽ വരുന്ന മറ്റൊരു കമ്പനി ഓറിയൻ സിമന്റിന്റെ സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 46.66% ഓഹരികളാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതോടൊപ്പം എക്സ് ഡിവിഡൻഡ് ആയിട്ടുള്ള ഓഹരികൾ നോക്കാം. അതിൽ CII ഓട്ടോമോട്ടീവ് ഇന്ത്യ, ഷാഫ്ലർ ഇന്ത്യ, എലൻഡാസ് ബെക്ക് ഇന്ത്യ പോലുള്ള കമ്പനികളുടെ എക്സ് ഡിവിഡൻഡ് ആണ് ഇന്ന്. അതോടൊപ്പം ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ FNO ബാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഓഹരികൾ RBL ബാങ്ക്, മണപ്പുറം ഫിനാൻസ് എന്നീ ഓഹരികളാണ്. ഒപ്പം FNO ബാൻ റിമൂവ് ചെയ്തിട്ടുള്ള ഓഹരികൾ ഏഞ്ചൽ വൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, IREDA, ടാറ്റ LXC എന്നീ ഓഹരികളുടെ FNO ബാൻ റിമൂവും ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ കൂടി നോക്കാം. അതിൽ ബൊണാൻസയിലെ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരി IIFL ഫിനാൻസ് ആണ്. 366 രൂപയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 420 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 344 രൂപയിലാണ്. ഒബ്രോ റിയലിറ്റിയിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 1698 രൂപയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാം. ടാർഗറ്റായിട്ട് 1840 രൂപയാണ് ഫിക്സ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് പരിഗണിക്കുന്നത് 1660 രൂപയിലാണ്. ഇതും ബൊണാൻസയിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. CDSൽ നമുക്കൊരു ബൈ ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ്. 1310 രൂപയിലാണ് പൊസിഷൻ എടുക്കേണ്ടത്. ടാർഗറ്റ് വില ആയിട്ട് 1415 രൂപ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യേണ്ടത് 1250 രൂപയിലാണ്. ഇത് HDFC സെക്യൂരിറ്റീസിലെ റിസർച്ച് അനലിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. MRPLലും കൂടി നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 142 രൂപയിലാണ് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യേണ്ടത്. 155 രൂപയാണ് ടാർഗറ്റ് പ്രൈസ്. സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് 135 രൂപയിലുമാണ്. ഇതും HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്.